ഹായ് ദേ, നയാഗ്ര ഫാൾസിൻ്റെ രണ്ടാമത്തെ ഒരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. എനിവേ, അപ്പോൾ നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് ഞാൻ പോവാണ്. കഴിഞ്ഞ പാട്ട് കണ്ടവർക്ക് ശരിക്കും അറിയാം, കഴിഞ്ഞ പാട്ടിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ലാസ്റ്റ് ആ ഒരു ക്രൂസിൽ പോയിട്ടുള്ള ആ വിഷ്വൽസും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എൻഡ് ചെയ്തത്. ഇനി അടുത്ത ഒരു ബിഹൈൻഡ് ദ സീൻ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. എനിവേ, നമുക്ക് കാണാം. അതുപോലെ തന്നെ ഇന്ന് വിക്ടോറിയയുടെ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഫയർ വർക്ക് ഉണ്ട് രാത്രി. അപ്പോൾ അതുവരെ നമ്മൾ എന്തായാലും വെയിറ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു ഫയർ വർക്കും കൂടി കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ വാട്ടർഫാൾസിൽ ക്രൂസിൽ പോയ സമയത്ത് നമ്മൾ കണ്ട ആ ഒരു പീക്ക് ലെവലിൽ നമ്മൾ എൻജോയ് ചെയ്ത ആ സ്പോട്ട് ഉണ്ടല്ലോ, അവിടെയാണ് ശരിക്കും ബിഹൈൻഡ് ദ സീൻസ് വരുന്നത്, ആ ഒരു സീൻ വരുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. നിങ്ങൾക്ക് കാണാമല്ലോ, വ്യൂ ഞാൻ കാണിക്കാം. അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കാരണം അവിടെ ക്ലോസ് ചെയ്യാറായി. നിങ്ങൾക്ക് കാണാം. അപ്പോൾ അങ്ങനെ ജേർണി ബിഹൈൻഡ് ദ ഫാളിൻ്റെ ആ ഒരു എൻട്രൻസിൽ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ്, ഇതാണ് അതിൻ്റെ ഒരു എൻട്രൻസ്. യെസ്, നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇവിടെ അത്രയ്ക്ക് ആൾക്കാരില്ലല്ലേ, നമ്മൾ പോയതിൻ്റെ അവിടെ പോയ ആ ഒരു ക്രൗഡില്ല. അവിടെ നല്ല അത്യാവശ്യം, ഭയങ്കര ക്രൗഡൊന്നുമല്ല, അത്യാവശ്യം ക്രൗഡ് ഉണ്ടായിരുന്നു. ഫുള്ളായിട്ടൊരു നീലമയാണല്ലോ. അങ്ങനെ നമ്മളെല്ലാവരും യെല്ലോ കളറാണെന്ന് മനസ്സിലാവുന്നുണ്ടെങ്കിലും യെല്ലോ കളർ ഇത് വെച്ചിട്ട് കോട്ടൊക്കെ ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട്. അങ്ങനെ നമ്മൾ ജേർണി ബിഹൈൻഡ് ദ ഫാൾസിൻ്റെ ഫസ്റ്റ് വ്യൂ ആണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. യെസ്, അടിപൊളി. ഓക്കെ, ഇത് നമ്മൾ വരുന്ന വഴിക്കുള്ള ഫസ്റ്റ് ഒരു വ്യൂ ആണിത്. ഇനി നമ്മൾ നേരെ താഴെ പോവുകയാണ്. താഴെന്ന് നമുക്ക് ഇതിലേറെ അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഞാൻ ഇതിന് മുന്നേ നയാഗ്ര ഫാൾസിൻ്റെ നമ്മൾ ക്രൂസിൽ കയറിയിട്ടുള്ള ഒരുപാട് ആൾക്കാർ വീഡിയോയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ബട്ട് ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഞാനിപ്പോൾ ഇത് കാണുന്നത്. അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് തന്നെ ഞാനിവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് അറിയുന്നത്. എനിവേ, താഴെ നിന്നുള്ളൊരു വ്യൂ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. എത്രത്തോളം ശക്തിയിലാണ് ആ വെള്ളം വരുന്നത് എന്നുള്ളത് ഇത്ര അടുത്ത് കാണുമ്പോൾ ശരിക്കും നല്ല അടിപൊളിയായിട്ടുണ്ട്. എന്താ പറയുക, പേടിയും തോന്നും, അതുപോലെ തന്നെ ഒരു വാവ് ഫാക്ടറാണ്. ക്യാമറയിലൊക്കെ ഫുള്ള് മിസ്റ്റായിട്ട് ലൈക്ക് ഈ ഒരു വ്യൂ ആണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, നൈസാണ് വ്യൂ. എന്തായാലും അടിപൊളിയായിട്ടാണ് നിൽക്കുന്നത്. ബിഹൈൻഡ് ദ വാട്ടർഫാൾസിലേക്ക് ക്രൂസിൽ പോകുമ്പോൾ നിന്നിട്ട് അവിടെ നിന്ന് എൻജോയ് ചെയ്യുന്ന ആ ഒരു പാർട്ടാണ് നമ്മൾ കാണുന്നത്. നമ്മൾ ലാസ്റ്റ് കണ്ടല്ലോ, നമ്മൾ പോയ സമയത്തുള്ളത് കണ്ടല്ലോ, അവിടെ നിന്ന് ഈ ഒരു സ്പോട്ടിൽ നിന്നിട്ടാണ് അത്രത്തോളം അവിടെ എൻജോയ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. പ്രകൃതിയുടെ അത്ഭുതം എന്നല്ലാതെ ഇതിന് ഒന്നും എനിക്ക് പറയാനില്ല. ലൈക്ക് 750 മീറ്റർ താഴ്ചയിലേക്കാണ് ഈ ഒരു നയാഗ്ര ഫാൾസ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 750 മീറ്റർ താഴ്ചയിലേക്ക്. അടിപൊളി. ഓക്കെ, ഈ ബിഹൈൻഡ് ദ ഫാൾസിൽ നമുക്ക് എത്ര ടൈം വേണമെന്നുണ്ടെങ്കിലും ഇവിടെ സ്പെൻഡ് ചെയ്യാം. നമ്മളിപ്പോൾ ബോട്ടിൽ പോയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞ് നമ്മൾ കയറണമല്ലോ. പക്ഷേ ഇവിടെ നമുക്ക് എത്ര സമയം വേണമെന്നുണ്ടെങ്കിലും സ്പെൻഡ് ചെയ്തിട്ടാണ്. അത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. നമുക്ക് മതിയാവോളം എൻജോയ് ചെയ്തിട്ട് നമ്മൾ ഇവിടുന്ന് പോയാൽ മതി. അപ്പോൾ അങ്ങനെ
ജേർണി ബിഹൈൻഡ് ദ വാട്ടർഫാൾസ് നമ്മള് പുറത്തിറങ്ങുകയാണ്. എനിവേ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. ഇനി ഇവിടെ വരുന്ന കാനഡയിൽ എത്തുന്ന എല്ലാവരും ഒരു പ്രാവശ്യം എന്തായാലും ഈ ഒരു ബിഹൈൻഡ് ദ സീൻ കാണണം, ബിഹൈൻഡ് ദ വാട്ടർഫാൾ സീൻസ് കാണണം. ഓക്കെ, ഡേ ലൈറ്റിൽ നമ്മൾ കയറി പുറത്ത് ഇപ്പോൾ ഡേ ലൈറ്റ് ഒക്കെ പോയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫയർ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. എല്ലാവരും ഫുള്ള് ഓണായിട്ട് ഇരിക്കുന്നുണ്ട്. എന്തായാലും വെയിറ്റിംഗ് ആണ്. ഓക്കെ, ഡേ ലൈറ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നയാഗ്രയിൽ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നൊരു മറ്റൊരു കിടിലം വ്യൂ ആണ് ഈ ഒരു ലൈറ്റിങ്. അതായത് നയാഗ്ര ഫാൾസിലേക്ക് ആ ഒരു എൻഡിൽ നിന്ന് ഫുള്ളായിട്ട് ലൈറ്റ് വരും. ആ ലൈറ്റ് വരുമ്പോൾ പലതരത്തിലുള്ള ലൈറ്റുകളാണ് വരുന്നത്. ഇപ്പോൾ ഫുള്ളി റെഡ് ആയിട്ടാണ് നമുക്ക് കാണുന്നത്. ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇവിടെ. കളർഫുൾ ആണ്, ഫുൾ കളർഫുള്ളാ, ഫുൾ കളർഫുൾ. യെസ്, ഫയർ വർക്ക് കൃത്യം 10 മണിക്ക് തന്നെ ഫയർ വർക്ക് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നൈസ്, വാവ് വാവ് വാവ്. നൈസ് ആയിട്ടുണ്ട്, അടിപൊളി വ്യൂ ആണ്. ഇതിന്റെ കൂടെ തന്നെ കുറെ ബേർഡ്സ്, പക്ഷികൾ മൊത്തം, അവിടെയുള്ള പക്ഷികൾ മൊത്തം ഈ ഒരു നയാഗ്ര ഫാൾസിന്റെ ആ താഴെ ഭാഗത്ത് നിന്ന് അടിപൊളി ഒരു വ്യൂ ആണ്. നൈസ് വ്യൂ. അപ്പോൾ നയാഗ്ര നമ്മൾ എക്സ്പ്ലോർ ചെയ്തു കഴിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. കാരണം നയാഗ്ര എക്സ്പ്ലോർ ഒരു ദിവസം കൊണ്ടൊന്നും തീരില്ല. അപ്പോൾ ഇനിയും നയാഗ്ര എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് വരും. ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. എനിവേ, അതുവരെ ബൈ.